Hello everyone, welcome to English in the first chapter in the focus area class. Okay, വളരെ ഷോർട്ട് ആയിട്ട് വളരെ കംപ്രസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാകാൻ പോകുന്ന പോലത്തെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയം ഓഫ് ഫ്ലാറ്റി. ഓക്കെ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എന്താണ്? ഒരു പക്ഷീനെ പറ്റി, ഒരു സീഗളിനെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഫുൾ മാർക്സ് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്യും, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ചെയ്യും, അടിപൊളിയായിട്ട് ചാപ്റ്റർ തീർക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഫുൾ റെഡി ആയിരുന്നോ? ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകണം, മീനിങ്സ് വരെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ ലൈക്ക് ബട്ടൺ അടിക്കുക, കമൻ്റ് ഒക്കെ ചെയ്തിട്ട് ഫുൾ സപ്പോർട്ട് കാണിക്കാൻ നമുക്ക് എന്താ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്? എന്താ വല്ല വിമാനം പോകുന്നതിൻ്റെ വല്ല ഫ്ലൈറ്റിനെ പറ്റിയിട്ടാണോ? അല്ല, നമുക്കറിയാം ഒരു സീകൾ ഉണ്ട്. സീകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം പക്ഷി, നമ്മൾ സീൻ്റെ സൈഡിൽ കാണുന്ന ഒരു പക്ഷി. അപ്പോൾ ലിയം ഓഫ് ഫ്ലാറ്റി എഴുതിയൊരു കഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ പക്ഷീൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ആദ്യം തന്നെ ലിയം ഓഫ് ഫ്ലാറ്റിനെ പറ്റി 2 ലൈൻ അറിഞ്ഞിരിക്കാം. ഓക്കെ, സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം. ലിയം ഓ ഫ്ലാറ്റി, ഫ്ലഹർട്ടി എന്നാണ് സ്പെല്ലിംഗ് വരിക, ഫ്ലാറ്റി എന്നാണ് പറയാം. ഓക്കെ, വാസ് എൻ ഐറിഷ് നോവലിസ്റ്റ്. ഇംഗ്ലീഷ് ഒന്നുമല്ല, ഐറിഷ് നോവലിസ്റ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഓബ്വിയസ് ആണ്. നമുക്കൊരു ഷോർട്ട് സ്റ്റോറി എഴുതി തന്നിട്ടുണ്ടെങ്കിൽ എന്താ, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താ, ആൻഡ് ഫോർമോസ്റ്റ് സോഷ്യലിസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് 20th century. അതൊക്കെ നമുക്ക് വേണ്ട. പിന്നെന്താ, റൈറ്റിംഗ് അബൌട്ട് ദ കോമൺ പീപ്പിൾസ് എക്സ്പീരിയൻസ് ആൻഡ് ഫ്രം ദെയർ പെർസ്പെക്റ്റീവ്. സാധാരണ മനുഷ്യക്കാരിൽ, സാധാരണ ജീവികളുടെ, അങ്ങനെ എന്താ അവരുടെ കഥകൾ, അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ സൈഡിൽ നിന്ന് എഴുതുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ കഥ എന്താ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു പക്ഷീൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് മുമ്പിലുള്ള ബുദ്ധിമുട്ടുകളും ആ പേടിയും, എങ്ങനെയാണ് കോൺഫിഡൻസ് വന്നത്, ആ ഫിയർ എങ്ങനെ ഓവർകം ചെയ്തതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനെ പറ്റിയിട്ടാണ് ലിയം ഓഫ് ഫ്ലാറ്റി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ, നമ്മുടെ റൈറ്ററിനെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി, ഓത്തറിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ 2 ലൈൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് തന്നെയാണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ഐറിഷ് ആണ്. പിന്നെന്താ, കോമൺ പീപ്പിൾ പ്രോബ്ലംസ് ആൻഡ് അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള, ഫിയർ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, അങ്ങനത്തെയൊക്കെയാണ് കഥകൾ എഴുതുന്നത്. നമുക്ക് കഥയിലേക്ക് കിടന്നാലോ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളെന്താ, സീകളാണ് നമ്മുടെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ്. ഓക്കെ, നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് മെയിൻ ആളാരാണ്? സീകൾ. സീകൾ എന്നുള്ള വാക്ക് ആകെ ഒരു പ്രാവശ്യം ഈ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ മറക്കരുത്, പെലിക്കന്നോ അല്ലെങ്കിൽ ക്രോന്നൊന്നും എഴുതി വെക്കരുത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോട്ടോ ക്രോൻ്റെയാണ് കൊടുത്തെങ്കിൽ ഇതാണ് സീകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സീ സൈഡിലൊക്കെ കാണുന്ന ഒരു പക്ഷിയാണ്, പാവ ആളാണ്, വെളുത്തിട്ടൊക്കെയാണ്, ഇങ്ങനെ നല്ല രസമായിട്ടുണ്ടാവും. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ നടക്കുമ്പോഴെന്താ, നമ്മൾ നടക്കുമ്പോൾ ഫസ്റ്റ് നടത്തൊക്കെ ഒരു കുറച്ച് കഷ്ടമായിരിക്കും, നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു വരിക, ജനിച്ചുപാട് നടന്നു പോകല്ലോ. അതുപോലെ പക്ഷികളും അപ്പോൾ എന്താ, പറക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്യും. നമ്മൾ ചാടിയ ഒറ്റ പറക്കലാണോ? അല്ല, ചിലപ്പോൾ അങ്ങനെ ആവില്ല, ചിലപ്പോൾ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത് നമുക്ക് ഇയാളുടെ കഥ കണ്ടു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഈ സീകൾ പറന്നതോ അല്ലെ വീണതോ അല്ലെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടന്നോ എല്ലാം കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയം ഓഫ് ഫ്ലാറ്റി നമുക്ക് വായിച്ചു നോക്കാം. അപ്പം ആദ്യം തന്നെ പിക്ചറൊക്കെ ഒന്ന് കാണാൻ എന്താ സംഭവിക്കുന്നത്. ഒരു കാക്കയുണ്ട്, നമ്മുടെ കഥയിൽ കാക്കയല്ല, കാക്കയുണ്ട്, ഒരു വലിയ കല്ലല്ലേ പാറേൻ്റെ മേലെ നിൽക്കുന്ന ഒരു സീയൊക്കെ ഉണ്ട്. കഥ ഇപ്പം തന്നെ മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നല്ല നോക്കാം. ദി യങ് സീകൾ, യങ് ആണ് സീകൾ. ഓക്കെ, സീകളിന് ആകെ ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുള്ളൂ. But the young seagull was alone on his ledge. ലെഡ്ജിൻ്റെ മീനിങ് എന്താ? ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നാരോ ഹൊറിസോണ്ടൽ സർഫേസ് പ്രൊജക്റ്റിംഗ് ഫ്രം എ വാൾ, ക്ലിഫ് ഓർ അതർ സർഫേസ്. ഒന്നുമില്ല, ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ലെഡ്ജ് എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പരന്നിരിക്കുന്ന സ്ഥലം. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താ, ഈ പാറയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ലെഡ്ജിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. His 2 brothers and his sister had already flown away the day before. തലേ ദിവസം 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു അല്ലേ. 2 brothers and sister ഓൾറെഡി പറന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അവർ പറന്നു തുടങ്ങി ഇന്നലെ മുതലേ. He had been afraid to fly with them. ഇയാൾക്ക് ആകെ പേടിയാണ് അവരോട് പറക്കാൻ വേണ്ടിയിട്ട്. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എന്താണ് സംഭവിച്ചത്? ഇയാൾ എങ്ങനെയോ ഇങ്ങനെ നമ്മുടെ എന്താ ലെഡ്ജിലിങ്ങനെ മുമ്പിലേക്ക് ഓടിപ്പോയിരുന്നു. എവിടേക്ക്? ബ്രിങ്കിലേക്ക്. ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, എഡ്ജ്. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി തുടങ്ങി ഇങ്ങനെ മെല്ലെ പോവായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പം പേടിയായിപ്പോയി. എന്താ പറ്റിയത്? അറ്റംപ്റ്റ് ചെയ്ത് ഫ്ലാപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ വിങ്സ് ഒക്കെ ഫ്ലാപ്പ് ചെയ്ത് പോകാൻ പോയി. പക്ഷേ പേടി കാരണം അയാൾ ഫ്ലൈ ചെയ്തില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ, ഹീ ബിക്കേം അഫ്രേഡ്.
അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്താ നമുക്ക് അടുത്തേത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും പേടി? നിങ്ങളോടിപ്പം ഒരു ക്ലിഫ് പോയിട്ട് നിങ്ങൾ ചാടിക്കോ ഒന്നും പറ്റില്ല, പറക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ചാടുമോ? ഇല്ല, എല്ലാവർക്കും പേടിയുണ്ടാവും. നമുക്കെന്താ, നമ്മുടെ താഴെ ഇങ്ങനെ ഒരു വലിയ കടൽ തീരം ഇങ്ങനെ നിൽക്കുകയാണ്, നമുക്ക് പേടിയാവും ചാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളല്ല ആരാണേലും. ഓക്കെ, അപ്പോൾ നമുക്ക് പറക്കുന്നൊരു ഉറപ്പുമില്ല, പേടിയ കുഞ്ഞ് സീകളാണ്, പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം നോക്കാം. നമ്മളെന്താ, ഇതാണ് ഒരു ക്ലിഫ് എന്നൊക്കെ വിചാരിക്കുക, ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിൻ്റെ ക്ലിഫായി. നിങ്ങളോട് ഇവിടെ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ചാടുമോ? പേടിയാവുമല്ലേ? ഓക്കെ, അപ്പം അതുപോലെ നമ്മുടെ യങ് സീകളിനും പേടിയാണ്. നമ്മളിപ്പോൾ നടക്കുമ്പോൾ റിസ്ക്കും ഇല്ല, നമ്മൾ നടന്നൊക്കെ തുടങ്ങുകയാണ് കുഞ്ഞു വാവയായിട്ട്, പേടിക്കണ്ട, വീണാൽ ഇത്തിരിയൊക്കെ ഒരു 10 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററൊക്കെ അല്ലേ വീഴുള്ളൂ. പക്ഷേ നമ്മുടെ ഇയാൾ ഫെയിൽ ചെയ്താൽ എന്താ, മുങ്ങി ചാവും സീൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, അപ്പോൾ കുറച്ച് പേടിയാണ്, അതാണ് ഒരു വലിയ ഇവൻറ്റ് ഈ കഥയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കെന്താ, ഇയാളെ പോലെ ഇങ്ങനെ നിൽക്കാൻ പേടിയാവില്ലേ? ഇതൊക്കെ ധൈര്യമാണ്. ഇത് ഈ കല്ലെല്ലാം പൊട്ടി എനിക്ക് പേടിയാട്ടോ. അതുപോലെ ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ലെഡ്ജിന്ന് ചാടാനാണ് നമ്മുടെ ആൾക്ക് വേണ്ടത്, നമ്മുടെ സീകളിന് വേണ്ടത്. അപ്പോൾ നമുക്ക് നടക്കുമെന്ന് നോക്കാം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സൈഡിലുള്ളത് എന്താണ് പറയുന്നത്? വൈ വാസ് ദ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? വൈ വാസ് ഇറ്റ്? നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ഒന്ന് സീ ഉണ്ട്, ഒരു നല്ല ഡെപ്ത് ഉണ്ട്, നല്ല പേടിയാണ്, പറക്കാൻ പറ്റുമെന്ന് തന്നെ, അത് എഴുതി വെച്ചാൽ മതി. നമുക്ക് നോക്കാം. ദ യങ് സീഗൾ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ് ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അത് നമുക്ക് അടുത്ത സെൻറ്റൻസിൽ കാണാം. ആൻഡ് ഹി വുഡ് ഫോൾ ഇൻ ടു ദ സീ ആൻഡ് ഡൈ. വളരെ ഓബ്വിയസ്. എന്താണ്, ചാടും, പറക്കാൻ പറ്റില്ല എന്നൊരു പേടി, അത് കഴിഞ്ഞിട്ട് എന്താ, സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ ചത്തു പോകുന്നുള്ള പേടി, അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവികൾക്കുള്ള പേടി, മരിച്ചു പോകുന്നുള്ള പേടി. അതുകൊണ്ട് എന്താ, ചാടാൻ പേടിയായിരുന്നു, അതുകൊണ്ടാണ് വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. സിമ്പിൾ. ഇനി ഹി ബിക്കേം അഫ്രൈഡ്, അത് കണ്ടാ, ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ സ്ട്രെച്ചിങ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. എന്താ പറയുന്നത്? ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ. എക്സ്പാൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ സീ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഇങ്ങനെ വിശാലേക്ക് കിടക്കുക. നിങ്ങൾക്ക് പേടിയാവില്ല അതിലേക്ക് ചാടിയ എന്താ സംഭവിക്കുക, തിരിച്ച് വരും, എന്താ നടക്കുന്നത്. അപ്പോൾ ഈ എക്സ്പാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വൈഡ് കണ്ടിന്യൂസ് ഏരിയ ഓഫ് സംതിങ്, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിങ്ങനെ നിൽക്കുന്ന സീ ഉണ്ട്. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ സ്ട്രെച്ച് ഡൗൺ ബിനീത്ത്. ഇങ്ങനെ അവൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഫുള്ള് സീ ആണ്, അവന് പേടിയാവുക. പിന്നെന്താ സംഭവിക്കുന്നത്? ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ഈ ക്ലിഫിൻ്റെ മേലെ നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ മൈലുകൾ താഴേക്ക് ദൂരമാണ്, കുറച്ചൊന്നല്ല താഴേക്ക്, ഒരു 2 മീറ്ററോ, നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഡൈവ് ചെയ്യുന്ന പോലെ ഒന്നല്ല, മൈലുകൾ ഡൗൺ ആണ്. അപ്പോൾ എത്ര 2-3 കിലോമീറ്റേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ, പേടിയാവും. ഓക്കെ, അതൊക്കെ കണ്ട് അയാൾ പേടിച്ചിങ്ങനെ ഇരിക്കുക. ഇനി എന്താ സംഭവിക്കുന്നത്? ഹി ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ഓക്കെ, അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്, ഫ്ലാപ്പ് ചെയ്താൽ പറക്കില്ല, ഞാനിതാ പിടിക്കൂന്ന് പറഞ്ഞ് താഴെ വീഴുന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഹി ബെൻറ്റ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. ആൾ സാഡായിട്ട് എന്താ, തലയൊക്കെ കുനിച്ച് തിരിച്ചങ്ങ് വന്നു. എവിടെ? താഴെ രാത്രി നമ്മുടെ ലിറ്റിൽ ഹോൾ ഉണ്ട്. ഓക്കെ, ആളെന്താ, ആ ലെഡ്ജിൽ നമ്മുടെ എന്താ പാറേൻ്റെ മേലെ ഇതാ, ഇവിടെ നിന്നാണ് ചാടേണ്ട ആൾ, പക്ഷേ ഇവിടെ എന്താ ഒരു ചെറിയ ഹോളുണ്ട്, രാത്രിയൊക്കെ കിടക്കുന്നത്, അവിടേക്ക് അങ്ങ് പോയിട്ട് എന്താ, അവിടെ അങ്ങ് പോയി, സാഡായിട്ട് പോയി. ഓക്കെ, ആൾക്ക് പേടിയുണ്ട്. ഒരു പ്രാവശ്യം ട്രൈ ഒക്കെ ചെയ്തു, നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ പോയി, പക്ഷേ ഇയാൾ ട്രൈ ചെയ്തു, പക്ഷെ എന്താ, പേടി കാരണം ട്രൈ ചെയ്തു, പിന്നെയും പേടിച്ച് സീ ഒക്കെ പേടിച്ചിട്ട് തിരിച്ച് സാഡായിട്ട് വന്നിങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളും ആലോചിച്ച് നോക്കുക, നിങ്ങളിതാ 2 കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് ചാടാൻ പറഞ്ഞാൽ, നിങ്ങളോട് എന്തെങ്കിലും ചാടാൻ പറഞ്ഞാൽ പേടിയാവും ഇല്ലേ? എനിക്ക് തന്നെ പേടിയായി, ഇയാളെ കണ്ടാൽ ഞാൻ പേടിയാവും, ഞാൻ തിരിച്ച് വേഗം വരും, ഒന്നും നോക്കില്ല. അപ്പോൾ അതുപോലെ ഇയാൾ സാഡായി ഇരിക്കുകയാണ് നമ്മുടെ സീകൾ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി വരാൻ പോകുന്ന സെൻറ്റൻസ് കുറച്ച് വലുതാണ്, നമുക്ക് നോക്കാം. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up the courage to take that plunge which appeared to him so desperate. എന്താണ് പറഞ്ഞത്? ഇതിന് പേടിയാണ്. എന്താണ്? ഇവൻ്റെ ചേട്ടനല്ല, 2 ചേട്ടന്മാരാണ്, 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹൂസ് വിങ്സ് വെയർ മച്ച് ഷോർട്ടർ ദാൻ. ചെറിയ ചിറകളിൽ അവർ വരെ പറന്നു പോയപ്പോൾ അവരെന്താ ഓടിപ്പോയി, ബ്രിങ്ക് വരെ ഓടിപ്പോയി, പിന്നെ എന്താ ഫ്ലാപ്പ് ദെയർ വിങ്സ് ആൻഡ് ഫ്ലൂ അവേ. അതൊക്കെ സംഭവിക്കുമ്പോഴും എന്ത് പറ്റി? ഹീ ഫെയിൽ ടു മസ്റ്റർ അപ്പ് ദ കറേജ്. ആ ധൈര്യം, എന്താ ഒരു ധൈര്യമൊക്കെ വേണ്ട നമുക്ക് ചാടാൻ വേണ്ടി, ആ ധൈര്യം മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ കളക്ട് അല്ലെങ്കിൽ അസംബിൾ. ഓക്കെ, അതുണ്ടായിരുന്നില്ല. ഹി ഫെയിൽ ടു മസ്റ്റർ ദ കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്. പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി ചാടുക, പെട്ടെന്ന് ഡൈവ് ചെയ്യുക. ആ ധൈര്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടില്ല. അതാണ് സംഭവിച്ചത്. അവരെ കുഞ്ഞു സിസ്റ്ററും 2 ബ്രദേഴ്സും അവരൊക്കെ പറഞ്ഞപ്പോഴും ഇയാൾ പേടിച്ച്, നമ്മുടെ സീകളിൽ നിന്ന് പേടിച്ച് ധൈര്യം വന്നില്ല. ഓക്കെ, അവരുടെ ഫോൾട്ടാണോ? നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ എത്തി. ഇനി എന്താ? ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി.
ഓക്കെ, ഷ്രില്ലി എന്ന് പറയുമ്പോൾ എന്താ ഹൈ പിച്ച് സൗണ്ട്, ഇങ്ങനെ വാ വാ ഇറങ്ങ്, ഇങ്ങനെ പക്ഷികളൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഹൈ പിച്ച് സൗണ്ട്, ഇങ്ങനെ വാ വാ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സ്കോൾഡിങ് ഹിം, threatening to let him starve on his ledge unless he flew away. പേടിപ്പിച്ചു, ചീത്ത പറഞ്ഞു, വാ മോനെ പറക്ക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് മരിച്ചു, ഭക്ഷണം കിട്ടാണ്ട്, ഞങ്ങൾ ഭക്ഷണം തരില്ല, അവിടെ ഇരുന്ന് സ്റ്റാർവ് ടു ഡെത്ത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, വിശപ്പ് കാരണം മരിക്കുക. ഓക്കെ, സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹി ഫ്ലൂ അവേ, പറഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. കുറച്ച് പേടിപ്പിച്ചു. എന്താ ഈ പേരൻസിന് എന്തേ നമ്മുടെ സീകളിന് ഇഷ്ടമല്ലേ? ബ്രദേഴ്സിനെയും സിസ്റ്ററെ മാത്രമാണ് ഇഷ്ടം? എന്തോ ഒരു വെറുപ്പുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ചീത്ത പറയും. എന്തിനാ? നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി. നിങ്ങളെ സ്കൂളിലയക്കും. എന്താ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല? എന്താ നിങ്ങൾ പറയും പോ, ഇന്ന് പോ, അല്ലെങ്കിൽ എൻ്റെയും ചീത്ത വെക്കും കേട്ടോ, അങ്ങനെയൊക്കെ പറയും. എന്തിനാ? നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണോ? അല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഈ പേരൻസ്, നമ്മുടെ സീകളുടെ പേരൻസ് പറയാം, വാ ഇറങ്ങി വാ, അല്ലെങ്കിൽ മരിച്ചു കൂട്ടോ, ഭക്ഷണം കിട്ടാണ്ട് അവിടെ മരിച്ച് ഇങ്ങനെ കിടന്നോന്ന് പറയും. അപ്പോൾ ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. ഫോർ ദ ലൈഫ് ഓഫ് എന്ന് പറയുന്ന ഒരു സെയിങ് ആണ്. എന്താ പറയുക, എന്ത് പറ്റിയിട്ടും എന്താ, അവൻ എന്ത് ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. സ്റ്റാച്ചു ആയിട്ട് എന്താ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ സ്റ്റാച്ചു ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, പേടിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ചാടാൻ പറഞ്ഞാൽ നിങ്ങളും പേടിച്ചിരിക്കുക. അതുപോലെ നമ്മുടെ എന്താ സീകളും പേടിച്ചിരിക്കുകയാണ്. ആ കറേജ് കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഫ്ലൈ ചെയ്യുക, ഫാമിലിയൊക്കെ, അനിയത്തി വരെ ഫ്ലൈ ചെയ്യുക, മോശമല്ലേ? പക്ഷെ ആൾക്ക് ആ കറേജ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, വാട്ട് ഡിഡ് ദ പേരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ് ടു ഫ്ലൈ? എന്താണ് പേരൻസ് ഇത് മോട്ടിവേറ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുക? സിമ്പിൾ. ദ പേരൻസ് ഫ്ലൂ അറൌണ്ട് ദിസ് യങ് സീഗൾ calling him loudly. Okay, ഷ്രില്ലിന്റെ ഹൈ പിച്ച് നോയ്സ് വെച്ചിട്ട് വിളിക്കാൻ തുടങ്ങി. They scolded him and even threatened to starve him. എന്താ ചീത്ത പറഞ്ഞു, ത്രെട്ടൻ വരെ ചെയ്തു. ഓക്കെ, എന്താണ്, മരിച്ചു പോകും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, വേഗം വാ, പറഞ്ഞില്ലെങ്കിൽ കുടുങ്ങും എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ ചെയ്തു. അതാണ് നമ്മൾ പേരൻസ് ചെയ്തത്. അപ്പം നിങ്ങൾ അറിയണം പേരൻസ് എന്തിനാണ് ചെയ്തത്? ദേഷ്യം കൊണ്ടാണോ? അല്ല, അവൻ രക്ഷപ്പെട്ടു പോട്ടെ, അവൻ പറന്നു തുടങ്ങും, ആ ഒരു പക്ഷിയാണ്, അപ്പോൾ പറക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പേരൻസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റാച്ചു ആയിരിക്കുന്ന ഇയാൾ എന്ത് ചെയ്തു. ഇനി ദാറ്റ് വാസ് 24 hours ago. ഓ, അത് തലേ ദിവസമായിരുന്നു, ഈ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു ഇത്ര നേരം. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത്? ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ പറന്നു പോയി, പേരൻസ് ഒക്കെ വിളിച്ച് ചീത്ത പറഞ്ഞു. ഇയാൾ ഇങ്ങനെ സ്റ്റാച്ചു ആയി നിൽക്കായിരിക്കും ഒരു ദിവസം. അപ്പം സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം, ആരും അടുത്ത് വന്നില്ല, എല്ലാവരും പറന്നുകൊണ്ടിരിക്കുകയാണ്. The day before, all day long, he had watched his parents flying about with his brothers and sisters. Okay, അവിടെ വരെ ഞാൻ എക്സ്പ്ലെയിൻ തരാം. കഴിഞ്ഞ ദിവസം മൊത്തം ഇവൻ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവൻ പറക്കാൻ പറ്റിയില്ല. ഇവൻ എന്താ നോക്കിയിരിക്കുന്നത്? ഇവൻ്റെ പേരൻസ് ഇവരെ സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും പറക്കാൻ പഠിപ്പിക്കുക. പെർഫെക്റ്റിംഗ് ദെയർ വേസ്. ഓക്കെ, പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. നമ്മൾ പറക്കാന്നുള്ള ഈ കല അതിങ്ങനെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ അടിപൊളിയായിട്ട് പറക്കാൻ പറ്റില്ല, പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് കൊടുക്കുക, ഇങ്ങനെ പറക്കണം അങ്ങനെ പറക്കണം എന്നൊക്കെ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താ, ടീച്ചിങ് ദം ഹൗ ടു സ്കിം. ഓക്കെ, സ്കിം എന്ന് പറഞ്ഞാൽ ഗോ ഓർ മൂവ് ക്വിക്ക്ലി ആൻഡ് ലൈറ്റ്ലി ഓവർ എ സർഫസ് ത്രൂ ദി എയർ. ഒന്നുമില്ല, ഇങ്ങനെ പെട്ടെന്ന് സ്കിം ചെയ്ത് പോകാനും പറക്കാനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെന്താ, ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. ഓക്കെ, നല്ല സ്റ്റൈലായിട്ട് പറക്കാൻ, ഇങ്ങനെ ലൈറ്റായിട്ട് പറക്കാൻ, ഓവർ എനർജി ഒന്നും ഉപയോഗിച്ചാൽ പറക്കാണ്ട് ഇങ്ങനെ എങ്ങനെ പഠിക്കാമെന്നും. പിന്നെ ഇങ്ങനെ ഡൈവ് ഫോർ ഫിഷിനെ പിടിക്കേണ്ട, അതാണ് മെയിൻ ഗോൾ, ഫിഷിനെ പിടിക്കാനൊക്കെ പഠിപ്പിക്കായിരുന്നു. He had in fact seen his older brother catch his first herring and devour it. Okay, ഇതെന്താ, നമ്മുടെ മൂത്ത ചേട്ടൻ, നമ്മുടെ ഈ സീകളുടെ ചേട്ടൻ ഫസ്റ്റ് ഹെറിങ് എന്താ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന മീനാണ് ഹെറിങ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട. മത്തിന്ന് ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലപ്പം സൗത്തിൽ ചിലപ്പം പറയാം എന്താ, ചാളാന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണുന്ന മീൻ തന്നെയാണ് അവിടെ ഇങ്ങനെ പോകുന്നത്. നമ്മുടെ സീകൾ പിടിച്ചു, നമ്മുടെ സീകളെ ചേട്ടൻ പിടിച്ചു, ഫസ്റ്റ് കഴിച്ചു. ഇത് ഡിവോർ ഇറ്റ്, ഈറ്റ് ഹംഗ്രിലി ഓർ ക്വിക്ക്ലി. നല്ല എനർജി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചിങ്ങനെ, ഡിവോർ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ തിന്നല്ല, നല്ല എനർജറ്റിക് ആയിട്ട് തിന്നുക. ഓക്കെ, ഡിവോർ ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് while his parents circled around raising a proud cackle. Cackle എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്ഡ് ഒച്ച. ദ മീനിങ് ഉണ്ട് ലാഫ് ഇൻ എ ഹാർഷ് വേ. എന്നാലും വെച്ചാൽ മതി. വലിയ സന്തോഷമാണ്, പേരൻസിന് ഭയങ്കര സന്തോഷം. നമ്മുടെ എന്താ മൂത്ത മോന് ഫസ്റ്റ് മത്തീനെ പിടിച്ചു, എന്ത് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ, all that morning the whole family had walked about on the big plateau midway down the opposite cliff laughing at his cowardice. എന്താ സംഭവിച്ചത്? ആ ദിവസം മൊത്തം
നമ്മുടെ ബ്രദർ മീനൊക്കെ പിടിച്ചു, ബാക്കിയുള്ള മക്കളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് പഠിക്കുകയാണ് പറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാക്കിയുള്ള സമയം എന്താ, നമ്മുടെ പേരൻസും ഫാമിലിയൊക്കെ അപ്പുറത്തൊരു പ്ലേറ്റും ഉണ്ട്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഹൊറിസോണ്ടലെ പൊങ്ങി നിൽക്കുന്ന പാറ പോലത്തേക്ക് ഒരു സാധനമാണ്. അപ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ ഈ ക്ലിഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഇരുന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്, അവരെല്ലാവരും എന്ന് വെച്ചാൽ വാക്ക്ഡ് അബൌട്ട് ദ ബിഗ് പ്ലേറ്റ് ഓ മിഡ് വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ് ലാഫിങ് അറ്റ് ഹിസ് കവേർഡിസ്. കവേർഡിസ് എന്ന് പറയുന്നത് എന്താ, ലാക്ക് ഓഫ് ബ്രേവറി, ആ ധൈര്യമില്ലായ്മ, എന്താ ഭീരുത്വം, അതൊക്കെ. കവേർഡ്സ് എന്ന് പറഞ്ഞാൽ, കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഭീരുത്വം, അതന്നെ. അപ്പം അതിനെ ചിരിച്ച് കളിയാക്കിക്കൊണ്ട് അവരവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക, ഫാമിലി മൊത്തം ഉണ്ട്. ഇയാൾ ഇവിടെ സാഡായിരിക്കുന്നു. ഓക്കെ, ഭയങ്കര സാഡ് സിറ്റുവേഷൻ അല്ലേ. നമ്മൾ ബാക്കിയുള്ളവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സീകൾ നോക്കുമ്പോൾ എന്താ, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാണ്, ഞാൻ എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ, ഹൗ ഡിഡ് ദ പേരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും കണ്ടു, അവരെ പഠിപ്പിച്ചു, സ്കിം ചെയ്യാനും ഡൈവ് ചെയ്യാനും, പിന്നെ സെലിബ്രേറ്റ് ചെയ്തു, എൻകറേജ് ചെയ്തു, ഭയങ്കര പ്രൗഡായി, അതൊക്കെ അല്ലേ ചെയ്തത്. ദ പേരൻസ് ഫ്ലൂ വിത്ത് ദം ട്രൈങ് ടു പെർഫെക്റ്റ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. ഒന്നുമില്ല, അല്ലെ നിങ്ങൾ എന്താ എഴുതേണ്ടത്, ദ പേരൻസ് ടോട്ട് ദ ചിൽഡ്രൻ, ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, ഹൗ ടു ഫ്ലൈ പെർഫെക്റ്റ്ലി. ദേ ടോട്ട് ദം ഹൗ ടു ഡൈവ് ഫോർ എ ഫിഷ്. അതൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം ഒരു പോയിന്റും കൂടി എഴുതാം. ആൻഡ് വെൻ ദ ഓൾഡർ ബ്രദർ കോട്ട് ഹിസ് ഫസ്റ്റ് ഹിയറിംഗ് ദ പേരൻസ് വെർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഹിം. അതും കൂടി എഴുതിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരൻസ് എന്താ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ചെയ്തത് നമ്മൾ പഠിച്ചു, പേരൻസ് എന്താ നമ്മുടെ സീകളിനെ ചെയ്തതെന്നൊക്കെ പഠിച്ചു. ഇനി അടുത്തെന്ത് സംഭവിക്കുന്നത്, ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. ഓക്കെ, സൺ ഇങ്ങനെ കയറി വരികയായിരുന്നു. blazing warmly on his legs that he faced the south. Okay, blazing എന്ന് പറയുന്നത് very hot. Okay, blazing warmly on his legs that he faced the south. ഭയങ്കര വെയിൽ കാരണം ഇയാൾ അങ്ങ് തിരിച്ച് സൗത്തിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുക. Okay, he felt the heat because he had not eaten since the previous nightfall. തലേ ദിവസം രാത്രി മുതലായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആ ചൂടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക്. നമ്മളിങ്ങനെ സ്റ്റാവ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് തണുപ്പും ചൂടൊക്കെ എന്താ എക്സാജറേറ്റ് ചെയ്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ദെൻ ഹി ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽ സ്റ്റേൽ. മാക്കറൽ എന്ന് പറയുന്നത് എന്താ, വലിയ മീനൊന്നല്ല, അയിലയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, നമ്മുടെ മലയാളികൾ കഴിക്കുന്ന അയില എന്ന് പറയുന്ന മീൻ, അതിൻ്റെ വാല് കിട്ടി. ഡ്രൈഡ് പീസ്, ഡ്രൈയായി ഉണങ്ങിയ നമ്മുടെ എന്താ അയിലേൻ്റെ വാലിൻ്റെ അറ്റം കിട്ടിയെന്ന് തോന്നും. അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെജ്. അപ്പം നമ്മുടെ ഈ ലെജ് ഉണ്ട്, ഇയാളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്താ ഇങ്ങനെ സൈഡ് ഇങ്ങനെ നിന്നു, താഴെ ഇവിടെ വന്നു, ബെൻറ്റൊക്കെ ഡൗൺ ചെയ്ത് തലയൊക്കെ ഇങ്ങനെ കുനിച്ച് രാത്രിയൊക്കെ കിടന്നു. പിന്നെന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ നമ്മുടെ ഫാർ എൻഡിൽ എന്ത് കിട്ടി, നമ്മുടെ അയിലേൻ്റെ ഡ്രൈ ചെയ്ത വാലിൻ്റെ ഒരു ചെറിയ പീസ് കിട്ടി. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഒന്നും ബാക്കിയില്ല. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ബേസിക്കലി ഒന്നുമില്ല, തരി പോലും ഇല്ല. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and his sister had been hatched. എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെ നിലത്തും ചെളിയിലും. ഈ ഡേർട്ട് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ടിന്. ഈ ചെളിയൊക്കെ ഇങ്ങനെ പിടിച്ച് കഷ്ണമായിട്ടിരിക്കുന്ന സാധനത്തിനുള്ളിൽ വരെ സെർച്ച് ചെയ്തു. ഭക്ഷണത്തിന് എന്തെങ്കിലും കിട്ടുമോ, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താ, ഞാനിരിക്കുന്ന ഈ ക്ലിഫിലെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചു. ഓക്കെ, he has searched every inch, എല്ലാ ഇഞ്ചും. എവിടെയാണ് റൂട്ടിങ് among the rough dirt cake straw where he and his brothers and sister had been hatched. ആ ഡേർട്ട് കേക്ക് സ്ഥലത്ത് എവിടെ ഇയാളും ഇയാളുടെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ ഹാച്ച് ചെയ്ത് ജനിച്ച സ്ഥലം. ഓക്കെ, നമ്മളെ മുട്ടയിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്ന സമയം. ഓക്കെ, he even gnawed at the dried piece of eggshell. Gnawed എന്ന് പറഞ്ഞാൽ എന്താ, ബൈറ്റ് ഓർ നിബിൾ സംതിങ് പെർസിസ്റ്റൻ്റ്ലി. നമുക്കെന്താ, ഒരു വിശന്നിരിക്കുന്ന ഒരു പക്ഷിക്ക് ഒരു ചെറിയ എല്ല് പീസ് എന്തെങ്കിലും കൊടുത്തെന്താ കടിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടാനോ, ചെറിയ ഫ്ലഷ് കിട്ടാനോ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താ സംഭവിച്ചത്, he even gnawed at the dried piece of eggshell. മുട്ടത്തോട് എഗ്ഗിൻ്റെ ഷെല്ല് അതിങ്ങനെ കഷ്ടപ്പെട്ട് കടിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും എൻ്റെ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പാവം കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിക്കുക. ഓക്കെ, ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ഭയങ്കര സാഡ്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. എന്താ, സ്വന്തം ഇങ്ങനെ കൈ കഴിക്കുന്ന പോലെയാണോ? അല്ല, അവരുദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ സ്വന്തം ഒന്നുമില്ല, നമ്മുടെ ഭാഗത്തിനെ കഴിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് പറയുന്നത്. ഇങ്ങനെ വിശന്ന് തളർന്നിട്ട് ഒന്നുമില്ല, ബോഡിയിൽ ഒരു എനർജി ഇല്ല. അപ്പം എന്താ സംഭവിക്കുന്നത്, ഈ മുട്ടത്തോടൊക്കെ കഴിക്കുമ്പോൾ എന്താ, ഒന്നും വിശപ്പൊന്നും തീരില്ല, ഇങ്ങനെ ഉള്ളിലത്തെ എനർജിയൊക്കെ അങ്ങ് പോവാ. തന്നെത്താൻ കഴിക്കുന്നത്, നമ്മൾ സ്വന്തം ഇങ്ങനെ കഴിക്കുന്ന പോലത്തെ ആ ഒരു സാഡ് ഫീലിംഗ്, അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെന്താ ഇപ്പോൾ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ കിട്ടി, കുറച്ച് സാഡായി. ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, cite an instance which shows the pathetic condition of the young bird. Pathetic എന്ന് പറഞ്ഞാൽ എന്താ, വെരി ബാഡ്, വെരി പുവർ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു, നമ്മളിപ്പോൾ സാഡ് സിറ്റുവേഷനിലാണ്, സീനൊക്കെ മാറി. ഓക്കെ, ദ യങ് സീഗൾ ഹാഡ് നത്തിങ് ടു ഈറ്റ്. ഒന്നുമില്ല കഴിക്കാൻ.
he had to bear the heat of the sun. ഭയങ്കര ചൂടും ഓക്കെ, തണലൊക്കെ ഉണ്ട് പിന്നെ സഹിക്കായിരുന്നു, ഭയങ്കര ചൂട്. He even gnawed the dried piece of eggshell from which he and his brothers had sisters and had hatched. ഓക്കെ, ഒരു എഗ് പീസിൻ്റെ ഷെല്ലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എവിടെയൊക്കെ അന്വേഷിക്കുന്നു, കഷ്ടപ്പെട്ട് കഴിച്ചു, ഒന്നും കിട്ടുന്നില്ല. നോ ചെയ്തു എന്നൊക്കെ പറയാം, നോ ഒക്കെ ഉപയോഗിക്കാം, പുതിയ വാക്ക് പഠിച്ചല്ലേ. ഇറ്റ് ഈസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അതും കൂടി എഴുതിയെന്താ, സീൻ ക്ലോസ്, അടിപൊളി മാർക്കും കിട്ടും. ഓക്കെ, പത്തറ്റിക് കണ്ടീഷൻ അല്ലെ ബാഡ് സിറ്റുവേഷൻ അല്ല, ഹങ്കർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കുറച്ചുകൂടി എനർജിയൊക്കെ റീവൈറ്റലൈസ് ചെയ്ത് ബാക്കി എന്താ നോക്കാം. He then trotted back and forth from one end of his ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അയാൾ എന്താ ട്രോട്ട് ചെയ്തു എന്ന് പറയുന്നത്. ട്രോട്ട് എന്താ, റൺ അറ്റ് എ മോഡറേറ്റ് സ്പേസ് വിത്ത് ഷോർട്ട് സ്റ്റെപ്പ്. നമ്മളിങ്ങനെ ഇങ്ങനെ ട്രോട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് ഇങ്ങനെ ട്രോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദി അതർ. ആ ലെഡ്ജല്ലേ അയാൾക്കുള്ളൂ, അയാളുടെ ലോകം ഇപ്പം എന്താ ലെഡ്ജാണ്. ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുക, എങ്ങനെയൊക്കെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് എങ്ങനെയും പറക്കാണ്ട് അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് എത്താൻ. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക, അവന് എന്തെങ്കിലും ഫുഡ് കിട്ടുന്നുള്ളൊരു ഹോപ്പ്. ഓക്കെ, അവരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. പക്ഷേ ഇയാൾക്ക് ഫുഡ് കിട്ടുന്നില്ല, അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ പേരൻസിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻറ്റിലി എന്ന് പറയുന്ന വേ ദാറ്റ് ഷോസ് ഫൈൻ ഓർ ഡെലിക്കേറ്റ് മാനേഴ്സ് ഓഫ് ടേസ്റ്റ്. വലിയ അർത്ഥം നോക്കണം, ഇങ്ങനെ മെല്ലെ നടക്കുകയായിരുന്നു, വലിയ ലോങ് ഗ്രേ ലെഗ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നടക്കുകയായിരുന്നു. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. പറക്കാണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ എത്താനുള്ള വഴി കണ്ടുപിടിക്കായിരുന്നു ആൾ. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം the ledge ended in a sheer fall of precipice with the sea beneath. ഓക്കെ, ഏത് സൈഡിലേക്ക് പോയാലും ഇയാൾ ഇങ്ങോട്ട് പോയാലും എന്താ, ആ ലെഡ്ജ് ഷിയർ പ്രസിപ്പിസ്. ഓക്കെ, ഷിയർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി കൂർത്ത് കുത്തനെ. എന്താണ് പ്രസിപ്പിസ് എന്ന് പറയുമ്പോൾ എ വെരി സ്റ്റീപ്പ് റോക്ക് ഓർ ഫേസ്. ഓക്കെ, വെരി സ്റ്റീപ്പ് റോക്ക് ഓർ ഫേസ് ഓഫ് ക്ലിഫ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു അറ്റത്ത് കാലിൽ അറ്റത്തെത്തുമ്പോൾ നമ്മുടെ കാലല്ല പാറേൻ്റെ അറ്റത്തല്ലേ ക്ലിഫിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ എന്താ 90 ഡിഗ്രി കുത്തനെ താഴേക്കാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഏത് സൈഡിലേക്ക് പോയാലും എന്താ ഈ കുത്തനെ എൻഡിലെത്തി വീഴുന്ന പോലെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഏത് സൈഡിൽ നോക്കിയാലും എന്താ വെള്ളം. ഓക്കെ, വിത്ത് ദ സീ ബിനീത്ത് താഴെ ഒരു വലിയൊരു സീ ഉണ്ട്. ഓക്കെ, ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദെയർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. ഒരു വലിയ ക്രാക്ക് ഉണ്ടായിരുന്നു, ഒന്നുമില്ല. നമുക്ക് കണക്ട് ചെയ്യുന്ന റോക്സ് അല്ലെ പ്ലാറ്റോ അല്ലെങ്കിൽ ക്ലിഫ് ഒന്നും അല്ല. ഓക്കെ, അവിടെ ഒരു വലിയൊരു ഓട്ടിന് നമുക്കെന്താ ചാടി എത്താനോ അല്ലാണ്ട് എത്താൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. അവർ ദൂരെയാണ്, ഡീപ്പ് വൈഡ് ക്രാക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞ് തന്നെ എത്താൻ പറ്റുള്ളൂ, ഇങ്ങനെ കണക്ട് ചെയ്ത് ചുറ്റി അതിൽ കൂടെ ഒന്നും വരാൻ പറ്റില്ല. ഇവൻ നിൽക്കുന്ന നമ്മുടെ സീകൾ നിൽക്കുന്ന എല്ലാ സൈഡിലും 4 സൈഡിലും എന്താണ് എന്നാണ് ഷിയർ പ്രസിപ്പിസ് എന്ന് പറഞ്ഞാൽ എന്താ വെരി സ്റ്റീപ്പ് റോക്ക് ഫേസ് ഓർ എ ക്ലിഫ്. ഓക്കെ, അപ്പോൾ ക്ലിഫിൻ്റെ എൻഡാണ്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ നോക്കിക്കുക, ഐഡിയകളൊക്കെ ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല, നടന്നെത്താനും പറ്റുന്നില്ല. ഇനി എന്താണ്, ഹൗ ഡിഡ് ദ ബേർഡ് ട്രൈ ടു റീച്ച് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. എത്തിയോ ഇല്ല, അയാൾ ട്രൈ ചെയ്തു. എന്താ ആൻസറിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. ദി യങ് സീഗൾ ട്രൈ ടു റീച്ച് ഹിസ് പാരൻസ് ബൈ ട്രോട്ടിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദി അതർ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കളിക്കും. നമുക്കിങ്ങനെ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ നമ്മൾ ട്രൈ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കളിക്കും, ദേഷ്യത്തിലും വിശപ്പിലൊക്കെ. ഓക്കെ, ബട്ട് ദെൻ he saw only the steep precipices on either side. എന്താ ആ കൂർത്തിരിക്കുന്ന അറ്റങ്ങളെ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. He could not reach his parents because there was a deep wide crack between him and his parents. വലിയൊരു ഓട്ടം ഉണ്ടായിരുന്നു, വലിയ സീ ഉണ്ടായിരുന്നു കവർ ചെയ്യാൻ. അവരപ്പുറത്തെ ഓപ്പോസിറ്റ് ക്ലിഫിലെ പ്ലേറ്റോയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Surely he could reach them without flying if he could only move northwards along the cliff face. നോർത്ത് വേർഡ് പോവാം പറക്കാണ്ട്. ഓക്കെ, ഇപ്പോൾ സൗത്ത് ആയിരുന്നു ഫേസ് ചെയ്തിരിക്കുന്നത്, നോർത്ത് വേർഡ് പോയി എത്തും. പക്ഷേ ബട്ട് ദെൻ ഓൺ വാട്ട് വുഡ് ഹി വാക്ക്. ഓക്കെ, ഒന്നുമില്ല നടക്കാൻ വേണ്ടിയിട്ട്, നടന്ന് പോകാനൊക്കെ പറ്റും, പക്ഷെ എന്താ നടക്കാനൊന്നുമില്ല, മണ്ടത്തര. ഓക്കെ, ബട്ട് ദെൻ വാട്ട് വുഡ് ഹി വാക്ക്. ഓക്കെ, ദർ വാസ് നോ ലെഡ്ജ് തീർന്നു. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ തേനീച്ചല്ല നമ്മുടെ വീട്ടിൽ പറക്കുന്ന ഈച്ച. ഓക്കെ, അപ്പോൾ ഫ്ലൈയും അല്ല, അവൻ പറക്കാനും പറ്റില്ല, അവൻ ഫ്ലൈയും അല്ല, എന്താ അവിടെ നടക്കാനൊന്നുമില്ല, എത്തില്ല. നടക്കാൻ പറ്റും പക്ഷെ ഒന്നുമില്ല നടക്കാൻ. ഓക്കെ, ആൻഡ് അബവ് ഹിം ഹി കുഡ് സീ നത്തിങ്. മേലേക്ക് ഒന്നുമില്ല, താഴേക്കൊരു സീ ഉണ്ട്. ദ പ്രസിപ്പിസ് വാസ് ഷിയർ, നല്ല ഷാർപ്പായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ആബ്സല്യൂട്ട്. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് farther away from the sea than beneath him. Okay, farther away than the sea beneath him. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താ പറയുന്നത്, നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, ലെഡ്ജ് ഉണ്ട്, താഴേക്ക് നോക്കുമ്പോൾ എന്തൊരു സീ ഉണ്ട്.
അപ്പോൾ എല്ലാം ഉണ്ട്, എല്ലാത്തിനും എഡ്ജ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടേക്ക് പോയാലും ഏത് സൈഡിലേക്ക് പോയാലും നടന്നെത്താനും വഴിയില്ല. ഓക്കെ, അപ്പോൾ ആൾ കുടുങ്ങിയിരിക്കുകയാണ്, വിശന്നിരിക്കുകയാണ്, ഒന്നും ചെയ്തില്ല, തലേ ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു വഴിയുമില്ല. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ്? Okay, the seagull could not succeed in its attempt because there was nothing to walk on that would bring him to his parents. നടക്കാൻ പറ്റും, നടക്കാം, എനിക്ക് നടന്നാൽ അവിടെ എത്തും അച്ഛനും അമ്മേൻ്റെ അടുത്ത്. പക്ഷേ നടക്കാനൊന്നുമില്ല, അവിടെ എന്താ ഗ്രൗണ്ട് ഇല്ല, ഒന്നും നടക്കാനില്ല, സീ ഉള്ളൂ. ഡീപ് വൈഡ് ക്രാക്ക് സെപ്പറേറ്റഡ് ഫ്രം ദം, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നെ. ആൻഡ് ദർ വാസ് നോ വേ ഫോർ ഹിം ടു റീച്ച് ദം എക്സെപ്റ്റ് ബൈ ഫ്ലൈയിങ് ടു ദം. ഒന്നുമില്ല, പറക്കാണ്ട് വേറെ ഒരു വഴിയില്ല, അത്രേ ഉള്ളൂ. അതാണ് സീൻ, അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പം എന്താ നമുക്ക് മനസ്സിലായില്ലേ? ക്ലൂ എത്തിക്ക് വരുന്നില്ലേ? ഇവൻ പറക്കണം, ഇവനെ അവസാനം പറപ്പിച്ചേ ശരിയാവുള്ളൂ. ഹി സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. എഡ്ജിലേക്ക് പോയി, ലെഡ്ജിൻ്റെ എഡ്ജിലേക്ക് ഇങ്ങനെ പോയി മെല്ലെ. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ one leg with the other leg hidden under his wing, he closed one eye and then the other and pretended to be falling asleep. ഇങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ പോയി എഡ്ജിലെത്തി എന്ത് ചെയ്തു? ഒരു കാല് മടക്കി എന്താ ഇങ്ങനെ ഒളിപ്പിച്ച ശേഷം, ഇങ്ങനെ പക്ഷികളൊക്കെ ഉറങ്ങുന്നതാണ്, ഇങ്ങനെ കാലിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കയറ്റി വെക്കും ബോഡീൻ്റെ ഉള്ളിലേക്ക്. പിന്നെന്താ ഒരു കണ്ണടിച്ചു, പിന്നെ ഒരു കണ്ണടിച്ചു, പിന്നെന്താ ഉറങ്ങുന്ന പോലെ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്തു. എന്തിനാണ് നമുക്ക് നോക്കാം, ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്തു. ഒരു കാലൊക്കെ എടുത്ത് ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് മറ്റേ കാലിങ്ങനെ താഴെ നിൽക്കുന്നുണ്ട്, ഒരു കാല് വെച്ചിട്ട് പിന്നെന്താ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുക സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. മനസ്സിലായില്ല എന്തിനാന്ന്? ഇവന് അവരെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ, ബാക്കിയുള്ള ഫാമിലിന് ദയ തോന്നിയിട്ട് എന്തെങ്കിലും ഭക്ഷണം തരണേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താ, സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. ആരും അവനെ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അവരുടെ ഫാമിലി ആരും. ഹി സോ ഹിസ് 2 brothers and his sister lying on the plateau dozing. ഡോസിങ് എന്ന് പറയുമ്പോൾ എന്താ, മെല്ലെ ഇങ്ങനെ ഉറങ്ങാം. അവരെന്താ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് നമുക്കെന്താ നല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചൊന്നും ഉറങ്ങാൻ തോന്നില്ല. അതുപോലെ ഇവരിങ്ങനെ നല്ലൊരു ലൈറ്റായിട്ട് ഉറങ്ങാണ്. ഓക്കെ, പിന്നെന്താ, വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. ഇങ്ങനെ പക്ഷികൾ ഉറങ്ങുമ്പോൾ കാണില്ല ഇങ്ങനെ തലേക്ക് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ബ്ലാങ്കറ്റൊക്കെ പോലെ ഇങ്ങനെ കിടക്കുന്നത്. അതുപോലെ എന്താ നമ്മുടെ ഈ പക്ഷി ഇങ്ങനെ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്, ഹെഡ് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക. ഹിസ് ഫാദർ വാസ് പ്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലീൻ ചെയ്യുക. ഓക്കെ, ക്ലീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. ഇങ്ങനെ ബാക്ക് വൈറ്റ്, പുറം ഭാഗത്ത് ഇങ്ങനെ വൈറ്റാണ്, എല്ലാവരും വൈറ്റാണ്, അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഓക്കെ, പിന്നെന്താ, ഒൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആകെ അവനെ നോക്കുന്നത് ആരായിരുന്നു? അവൻ്റെ മദർ. അമ്മമാർക്ക് അങ്ങനെ വരില്ലേ, നമ്മുടെ കുട്ടികളൊക്കെ വലിയ കാര്യമാണ്, അവർ സഹിക്കുന്ന കാണരുതെന്നൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അതുപോലെ നമ്മളെന്താ, അമ്മ ഇങ്ങനെ പാവം തോന്നിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ബാക്കി എല്ലാവരും ഓരോ ആക്ടിവിറ്റീസിലാണ്. ബ്രദർ സിസ്റ്റർ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് എനിക്ക് കിടന്നുറങ്ങുക, അച്ഛൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇവനിങ്ങനെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, എന്ന് ആരെങ്കിലും ഡയ തോന്നിയിട്ട് എന്നെ നോക്കണേന്ന്. നമുക്ക് നോക്കാം. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റോ. ഓക്കെ, ആ പ്ലേറ്റോ അല്ലെ പ്ലേറ്റോൻ്റെ മേലെ ഒരു ഹമ്പിൻ്റെ മേലെ നിൽക്കുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. ആളിങ്ങനെ ചെസ്റ്റൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ഓക്കെ, നൗ ആൻഡ് അഗെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ സമയമായിട്ട് ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. ചെറിയ പീസ് ഉണ്ടായിരുന്നു ഫിഷിൻ്റെ, അതിങ്ങനെ കീറിയൊക്കെ റെഡിയാക്കിയിരുന്നു. ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക്. ഓക്കെ, നമ്മൾ ഈ കഴിച്ച് കഴിഞ്ഞാൽ, നമ്മൾ കത്തിയൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നോൺ വെജ് എന്തെങ്കിലും മുറിച്ച് കഴിഞ്ഞാൽ, മീറ്റൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ എന്താ, ഒന്ന് ക്ലീൻ ചെയ്യാനല്ലേ വൃത്തിയാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആ ടേബിളിലെ ഗ്രാനൈറ്റിൽ ഇങ്ങനെ ഉരക്കില്ലേ. ഓക്കെ, അല്ലെ വേറെ കത്തിയായിട്ട് ഇങ്ങനെ ഉരക്കുന്ന കാണില്ല, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഇയാളെന്താ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കീറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഉരയ്ക്കാൻ വേണ്ടി കല്ലിലങ്ങ് ഇങ്ങനെ ബീക്കൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ഓക്കെ, ഓൺ ദ റോക്ക്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ഈ ഭക്ഷണം ഇങ്ങനെ എന്താ, എൻ്റെ അമ്മ അവിടെ നിന്ന് ഭക്ഷണം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം അവിടെ ഉണ്ട്, എനിക്കത് കാണുമ്പോൾ വട്ട് പിടിക്കുക. നമ്മുടെ സീകൾ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുക, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം. മാഡൻഡ് ഹിം. ഹൗ ഹി ലവ് ടു ടയർ ദ ഫുഡ് ദാറ്റ് വേ, സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, അവന് എത്ര ഇഷ്ടമായിരുന്നു, അവനെ കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുക. അങ്ങനെ ആലോചിക്കുക, ഓഹ് എനിക്ക് എന്ത് രസമായിരുന്നു അങ്ങനെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതിങ്ങനെ ബീക്കൊക്കെ ഇങ്ങനെ ഉരച്ച് വൃത്തിയായി. വെറ്റെന്ന് പറഞ്ഞാൽ എന്താ, ഷാർപ്പൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉരച്ച് ഇങ്ങനെ ഷാർപ്പനൊക്കെ ചെയ്ത് എന്ത് രസമായിരിക്കും ഇങ്ങനെ അവൻ തന്നെ ആലോചിക്കുക. ഓക്കെ, സ്ക്രേപ്പിംഗ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. ഓക്കെ, അട്ടേർഡ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാം, കാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹൈ പിച്ച് ലാഫ് അല്ലേ, ഹാഷ് കക്കാ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ, ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. ഇങ്ങനെ ഹിസ് മദർ കാക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അപ്പോൾ അവനൊരു ഒച്ച ഉണ്ടാക്കി, കക്കാ ഇങ്ങനെ അമ്മേനോട്. അപ്പോൾ അമ്മ എന്താ തിരിച്ച്, ഹിസ് മദർ കാക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം, തിരിച്ചൊരു ഒച്ച ഉണ്ടാക്കിയിട്ട് അവനെ നോക്കി.
ഓക്കെ, അപ്പോൾ നമ്മൾ അതും പഠിച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ഡു യു തിങ്ക് ദ യങ് സീഗൾസ് പാരൻസ് വെർ ക്രൂവൽ? ഇപ്പോഴേ നിങ്ങൾക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു എന്തിനായിരുന്നു നമ്മുടെ പേരൻസിന് ഇവനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ബാക്കി എല്ലാവരൊക്കെ സക്സസ്ഫുൾ ഇവനിങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമുക്ക് നോക്കാം. ദ യങ് സീഗൾസ് പാരൻസ് വെർ നോട്ട് ക്രൂവൽ ടു ഹിം. ക്രൂവൽ അല്ല, നമുക്ക് എന്താ ബിഗർ പിക്ചർ കാണണം. They had great love for it, okay? They had great love for him. They wanted to motivate the bird to fly. അവനെങ്ങനെ വെറുതെ ഭക്ഷണം കൊടുത്താൽ എന്താ, അവൻ പഠിക്കില്ല, ആ സീകൾ പറക്കാൻ ശ്രമിക്കൂല. അപ്പം എന്താ, അവൻ ലൈഫ് മൊത്തം റൂണേ. അതിന് പകരം അവർ കഷ്ടപ്പെടുത്തി. ഒരു ദിവസം കഷ്ടപ്പെട്ടാൽ എന്താ, നമ്മൾ പിന്നെ പഠിച്ചു. അതുപോലെയാണ്, അവൻ പഠിക്കണം, അവൻ പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അവർക്ക് എന്താ, ഇവൻ ലോങ് ടേമിൽ എന്താ നല്ല വലിയ നിലയിലൊക്കെ എത്തണം എന്നായിരിക്കും, ഓക്കെ, വലിയ IAS ഓഫീസർ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്താ, ഇപ്പോഴെന്താണ്, ഇവർക്ക് ഇവൻ പറഞ്ഞ് പഠിച്ച് ശരിയാവണം, എന്നാലാണ് ഇവൻ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ആരെങ്കിലും ഭക്ഷണം കൊണ്ടു തരും ഈ പക്ഷിക്ക് ഇല്ല. അതുകൊണ്ടാണ് ക്രൂവൽ അല്ലായിരുന്നു, ഒരു പാഠം പഠിപ്പിക്കാനാണ്. ഓക്കെ, വെറുതെ ഷോന് വേണ്ടിയിട്ടല്ല, ലൈഫിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ദങ്കലിലൊക്കെ എപ്പിസോഡ് കണ്ടില്ലേ, നമ്മളെന്താ ഈ അച്ഛൻ, നമ്മളെന്താ പേരെങ്കിൽ ഓർമ്മയില്ല, അച്ഛൻ എന്താ നമ്മുടെ ഈ മക്കളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവർ നന്നായി റെസ്ലിങ്ങിലൊക്കെ എന്താ ഇന്ത്യയിലെ വേൾഡിലെ ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. സ്വന്തം ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട് അവർ നന്നായി കാണണമെന്ന്. പക്ഷെ എന്താ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പുഴയിലേക്ക് ചാടാൻ പറയുന്നത്, കിലോമീറ്ററുകൾ നമ്മൾ സിറ്റി മൊത്തം ഓടാൻ പറയുന്നത്. എന്താ, സ്നേഹം കൊണ്ടാണ്, അല്ലാണ്ട് ക്രൂവൽ അല്ലാത്തതുകൊണ്ടല്ല. ക്രൂവൽ ആയതുകൊണ്ടല്ല, ഇയാൾക്ക് നമ്മുടെ മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ നമുക്കെന്താ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ നന്നായി വരുന്നു. നമുക്ക് കാണാൻ പറ്റും സിനിമയിൽ അവസാനം എന്താ, അവർ ഒളിമ്പിക്സിൽ വരെ പോകുന്നുണ്ട്, വേൾഡ് ഗെയിംസിൽ വരെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ, അതിന് വേണ്ടിയിട്ടാണ്. അതൊരു എക്സാമ്പിളായിട്ട് എടുത്തോ. ഓക്കെ, കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്കെന്താ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അത് ഈ പേരൻസിന് അറിയാം, അതെന്നെ കറക്റ്റ് രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഗാ 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 ഹി ക്രൈഡ് begging her to bring him some food. Gauluwa, she screamed back mockingly. അപ്പോൾ നമുക്ക് എന്താ കുറച്ച് മലയാളീകരിക്കാം. ഓക്കെ, മലയാളമാക്കുമ്പോൾ എന്താ, ഗാഗാഗമായിട്ട് താ 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 ആലോചിക്കാം. ഓക്കെ, ഹി ക്രൈഡ്, ഒന്ന് ഭക്ഷണം താ, എനിക്ക് ഭക്ഷണം വേണം, ഭക്ഷണം താ താ അമ്മേ തരൂ. അപ്പം എന്താ, തരൂല്ല, ഗൗളൂല. ഓക്കെ, തരൂല്ല മോനെ. ഷീ സ്ക്രീം ബാക്ക് മോക്കിംഗ്ലി. മോക്കിംഗ്ലി എന്ന് പറയുമ്പോൾ എന്താ, ഇത്തിരി കളിയാക്കിക്കൊണ്ട്. ഓക്കെ, കളിയാക്കിക്കൊണ്ട് തരൂല്ല മോനെ, തരൂല്ല. ഓക്കെ, ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. പ്ലെയിൻറ്റീവ്ലി എന്ന് പറയുന്നത് സാഡായിട്ട്, അമ്മേ ഭക്ഷണം താ, കുറച്ച് ഭക്ഷണം താ, അങ്ങനെ സാഡായിട്ട് ഇങ്ങനെ വിളിക്കുക. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. പെട്ടെന്ന് അയാളെന്ത് സന്തോഷമായി. അട്ടേർഡ് എന്ന് പറഞ്ഞാൽ മേക്ക് എ സൗണ്ട് ഓഫ് ജോയ്ഫുൾ സ്ക്രീം. സന്തോഷം കൊണ്ട് അലറി. അടിപൊളി. പെട്ടെന്ന് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. എന്താ സംഭവിച്ചാൽ, ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. അപ്പം അമ്മ എന്താ ഒരു പീസ് ഓഫ് ഫിഷ് എടുത്തു. ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. ഒരു ചെറിയ പീസ് ഫിഷ് എടുത്തിട്ട് പറന്ന് വരികയായിരുന്നു നമ്മുടെ സീകളുടെ അടുത്ത്. എന്താ സന്തോഷം. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ എന്താ, അമ്മേനെ കുറേ വിളിച്ചിട്ടും കേട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ, അമ്മ പെട്ടെന്ന് മീനിൻ്റെ പീസ് എടുത്തായിട്ട് വരുന്നു. ഓക്കെ, ഈ ലീൻഡ് ഔട്ട് ഈഗർലി, ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ എന്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. ലീൻഡ് ഔട്ട് ഈഗർലി ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് വലിയ സന്തോഷത്തോടെ. ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. അടുത്തേക്ക് അമ്മ ഇങ്ങനെ പറന്ന് തരികയാണെങ്കിൽ നമ്മളെന്താ ഇങ്ങനെ അടുത്തേക്ക് ഭക്ഷണം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഓക്കെ, ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, ജസ്റ്റ് ഓപ്പോസിറ്റ്, അടുത്തെത്തുമ്പോൾ എന്താ സംഭവിച്ചത്, അബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ്. ഓക്കെ, ഷീ ഹോൾട്ടഡ്. തൊട്ടടുത്ത് ലെഡ്ജിൻ്റെ അവിടെ എത്താനായപ്പോൾ എന്താ സംഭവിച്ചത്, അപ്പോൾ എന്താ, ഹോൾട്ടഡ്, സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്ന് ഇവിടെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു. നമ്മളിങ്ങനെ ഫിഷിന് വേണ്ടി ഇങ്ങനെ നിൽക്കുക, നമ്മളെ പോസ് ചെയ്യിപ്പിച്ചു. എന്താ പറ്റിയത്, പിന്നെ എന്താ സംഭവിച്ചത്, ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിം. ഓക്കെ, ഹാങ്ങിങ് ലിം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റിലാക്സ്, കാലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക. അവിടെ ഇങ്ങനെ സ്റ്റക്കായി പോസ് ചെയ്ത് നിന്ന ആൾ. ഹെർ വിങ്സ് മോഷൻലെസ്, പറക്കുന്നൊക്കെ നിർത്തി. ആളെന്താ, എന്തോ പറ്റിയോ, മരിച്ചുപോയോ, എന്താ പറ്റിയത്, ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. എന്താ സംഭവിച്ചത്, അമ്മ ഇങ്ങനെ ഇവിടെ വന്നിട്ട് എന്താ പോസ് ചെയ്തു. ഇങ്ങനെ ബീക്ക് എത്താൻ പോകണം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, പക്ഷേ ജസ്റ്റ് ക്ലോസ് ആണ്. കെൻ യു ജസ്റ്റിഫൈ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പേരൻസ്? നമ്മുടെ ഈ പേരൻസിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കറക്റ്റ് റീസൺസ് ഒക്കെ പറഞ്ഞ് അവരെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ദ പേരൻസ് വാണ്ടഡ് ടു ടീച്ച് ഹിം ഹൗ ടു ഫ്ലൈ. പറക്കാൻ എങ്ങനെയാണ് പഠിക്കണം എന്ന് അവൻ പഠിപ്പിക്കണമായിരുന്നു, അവനെ പഠിപ്പിക്കണം. ഫോർ ദിസ് ഹി മസ്റ്റ് ഹാവ് ദ കോൺഫിഡൻസ് ആൻഡ് എ ഫീലിംഗ് ഓഫ് സെൽഫ് റിലയൻസ്. വെറുതെ പഠിക്കാൻ പറഞ്ഞാൽ പറ്റൂല, അവനെ കൊഞ്ചിച്ച് നടന്നാൽ ശരിയാവില്ല. അവന് ആ കോൺഫിഡൻസ് വേണം, ആ സെൽഫ് റിലയൻസ് വേണം, സ്വന്തം ഇങ്ങനെ പറ്റുന്നുള്ളൊരു വിശ്വാസമൊക്കെ വേണം. ദ പേരൻസ് വുഡ് നോട്ട് ലിവ് ഫോർ എവർ.
അവർ ജീവിച്ചിരിക്കില്ല എല്ലാ ദിവസവും ഭക്ഷണം തരാൻ വേണ്ടിയിട്ട്. അതന്നെ ഞാൻ പറയാം, ലോങ് ടേം. ഓക്കെ, they wanted to make him self-reliant and earn food for himself. ഇൻഡിപെൻഡൻ്റ് ആക്കാം, ബാക്കി ആരെയും മേലിൽ റിലൈ ചെയ്യേണ്ട, ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി ഫുൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പേരൻസ് ക്രൂവലല്ല. ഓക്കെ, ക്രൂരലല്ല. ഓക്കെ, നമ്മൾ അത് ഓർക്കണം. ഇവരെന്താ, ഇവന് വേണ്ടിയിട്ട് ഇവൻ പറക്കണം, ഇപ്പം ഭക്ഷണം കഴിക്കാൻ പഠിക്കണം, എല്ലാം സ്വന്തം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്താ ബാക്കി നോക്കാം. യുവർ പേരൻസ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ. അല്ലേ, നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ പേരൻസൊക്കെ എന്താ, ഇടയ്ക്ക് നമ്മളോട് ചൂടാവും, ഇടയ്ക്ക് ഇങ്ങനെ ക്രൂര സ്വഭാവമൊക്കെ കാണിക്കും. പക്ഷെ എന്താ, they may seem cruel and unrelenting doesn't mean that they do not love you. നമ്മൾ ഇഷ്ടമല്ല എന്നാണോ അതിൻ്റെ മീനിങ്? അല്ല, ഇഷ്ടമാണെന്നാ. ഇഷ്ടമുള്ള ഒരു പേരൻ്റ് ആണെങ്കിൽ എന്താ, നമ്മൾ ചീത്ത പറയും, നമ്മൾ നന്നാക്കാൻ നോക്കി. ഇഷ്ടമില്ലെങ്കിൽ എന്താ, നിങ്ങൾ എന്ത് വേണം ചെയ്തോ, സ്കൂളിൽ പോകണ്ട, നിങ്ങൾ എന്താ വേറെ എവിടെയെങ്കിലും ബീച്ചിലൊക്കെ പോയി ചില്ല് ചെയ്ത് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറയും. നമ്മൾ നന്നാവണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ചീത്ത പറയുന്നത്. നമുക്ക് നോക്കാം എന്താ എഴുതിയിരിക്കുന്നത്. അത് പേരൻസ് സംടൈംസ് ബിഹേവ് ഇൻ ദിസ് ക്രൂവൽ ആൻഡ് അൺറിലൻറ്റിംഗ് മാനർ. ഓക്കെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്വഭാവം ഉണ്ടാവും. ദിസ് ഈസ് ഓൺലി ടു മേക്ക് അസ് സെൽഫ് റിലയൻറ്റ്, ഇൻഡിപെൻഡൻ്റ് ആക്കാൻ, സെൽഫ് റിലയൻ്റ് ആക്കാൻ. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ ഡു നോട്ട് ലവ് അസ്, നമ്മൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ദേ വോണ്ട് ട്രെയിൻ അസ് ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇഫ് ദേ ഫെയിൽ ടു ആക്ട് ദിസ് വേ വി ആർ ലൈക്ലി ടു ബിക്കം ഹെൽപ്ലെസ് ഇൻ ലൈഫ്. നമ്മളെന്താ എപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടിരുന്ന അവർ ഒരു ദിവസം പോവും, അവർ മരിച്ചു പോകും. അപ്പം എന്താ, നമ്മൾ ഹെൽപ്ലെസ് ആവും. നമ്മൾ ആരും ഉണ്ടാവില്ല ഫീഡ് ചെയ്യാനും, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും, നമ്മൾ ടേക്ക് കെയർ ചെയ്യാനും. അത് വേണ്ട. പക്ഷെ അത് ഉണ്ടാവാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദെയർ ആക്ഷൻസ് മേ സീം ടു ബി ക്രൂവൽ ബട്ട് ദേ ആർ നെവർ ക്രൂവൽ. ആ കണ്ടാൽ നമുക്ക് തോന്നും ക്രൂവലാന്ന്, പക്ഷെ എന്താ, ശരിക്കും ക്രൂവലല്ല. ഓക്കെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹി വെയിറ്റഡ് എ മോമെന്റ് ഇൻ സർപ്രൈസ്. ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് ഭക്ഷണം ഇവിടെ കിട്ടാനായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സർപ്രൈസിൽ ഇങ്ങനെ എന്താ, ഇങ്ങനെ സർപ്രൈസ് അടിച്ചിരിക്കുകയാണ്. വണ്ടറിങ് വൈ ഷി ഡിഡ് നോട്ട് കം നിയറർ. എന്താണ് അടുത്തേക്ക് വരാത്ത, ഇത്ര കൊണ്ടുവന്നു, കുറച്ചുകൂടി കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം കിട്ടുമല്ലോ. Okay, and then maddened by hunger he dived at the sea. Okay, died at the sea അല്ല, died at the fish. ഇങ്ങനെ നിൽക്കുക, അമ്മ ഇങ്ങനെ ഇവിടെ സ്റ്റാച്ചു അടിച്ച് എന്നെ ഇങ്ങനെ കലയാക്കി, എനിക്ക് വിഷമിട്ടായി. അപ്പം എന്താ, ഇവനൊന്നും നോക്കിയിട്ട് ഒറ്റ ചാട്ടം ഭക്ഷണത്തിൽ ഫിഷ് കണ്ടിട്ട് കൊതിയായിട്ട് വിശപ്പ് കാരണം മാഡൻഡ് വട്ട് ഭ്രാന്ത് പിടിച്ചു. വിത്ത് എ ലൗഡ് സ്ക്രീം, വളരെ വലിയ സ്ക്രീം ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഹി ഫെൽ ഔട്ട്വേർഡ്സ് നമ്മുടെ ലെജിൽ അങ്ങ് വീണു. ആൻഡ് ഡൗൺവേർഡ്സ്, താഴെ ഇൻ ടു സ്പേസ്, എയറിലേക്ക് അങ്ങ് വീണു. ആള് വീണു, അയ്യോ പ്രശ്നമായി. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ്, ആ മദർ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്, മദർ അങ്ങ് സ്വൂപ്പ് ചെയ്ത് പോയി. മൂവ് വിത്ത് എ ഹിസ്സിങ് സൗണ്ട്, ഇങ്ങനെ ഫുസൂ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് പറന്ന് മേലേക്ക് പോയി. അമ്മ നല്ല സ്കീമിൽ ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ ഫൂ എന്ന് പറഞ്ഞ് പറന്നുപോയി. ഓക്കെ, ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ, ഓക്കെ, അവൻ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ എന്താ സമയം, ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. അമ്മ ഇങ്ങനെ ഫൂ നൈസായിട്ട് എസ്കേപ്പ് ആകുന്ന ഒച്ചയൊക്കെ ഇവങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആളെന്താ ഭയങ്കര ആർത്തിയോടെ ഒറ്റ ചാട്ടം ചാടിയപ്പം പോയി. ആള് താഴേക്ക് വീണ് പോയി, ലജ്ജെന്നൊക്കെ വീണ് താഴേക്ക് വീണ. അമ്മ നൈസായിട്ട് മേലേക്കും പോയി. ഓക്കെ, ഇനി സംഭവിക്കുന്നത്, വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി. ഫ്ലൈ ചെയ്തോ നമുക്ക് നോക്കാം. ആട് എന്തിനാ ചാടിയത് നമുക്കറിയാം, കൊതി കാരണം. അമ്മ ഇങ്ങനെ വന്ന് ടെംപ്റ്റ് ചെയ്തപ്പോൾ എന്താ, കൺട്രോൾ വിട്ടുപോയി മോനെ. അതുപോലെ ഇറ്റ് വാസ് എക്സ്ട്രീം ഹങ്കർ ദാറ്റ് മെയ്ഡ് ദ യങ് സീഗൾ ഫ്ലൈ അറ്റ് ലാസ്റ്റ്. The mother bird had a piece of fish between her beaks, but she wanted him to come get it, അല്ലെ flying. ഓക്കെ, ബേസിക്കലി എന്താ, അമ്മ ഇങ്ങനെ നമ്മളെ നന്നായി ടെംപ്റ്റ് ചെയ്തു. വിശപ്പും മടുപ്പും കാരണം എന്താ, ഒന്നുമില്ല, മാഡൻ ബൈ ദ ഫീലിംഗ് ഹി ജസ്റ്റ് ജംപ്ഡ്, വട്ട് പിടിച്ചിട്ട് ഒറ്റ അങ്ങ് ചാട്ടം ചാടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താ, then a monstrous terror seized him and his heart stopped still. ഓക്കെ, ഒരു പേടിപ്പിക്കുന്ന ഫ്രൈറ്റനിങ് ടെറർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സീസ്റ്റും എന്താ എഫക്റ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് അങ്ങ് കവർ ചെയ്ത് എഫക്റ്റ് ചെയ്തു. ഓക്കെ, പെട്ടെന്നൊരു പേടിയൊക്കെ അങ്ങ് വന്നു. പിന്നെന്താ, ഹാർട്ട് അങ്ങ് സ്റ്റുഡ് സ്റ്റിൽ, ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത പോലെ എന്നിങ്ങനെ ബീപ്പ് അടിക്കില്ലേ നമ്മുടെ ECRലോ എന്താ സാധനത്തിൽ ഇങ്ങനെ ECGയിൽ വരില്ലേ, അതുപോലെ ഹാർട്ട് അങ്ങ് നിന്നു പേടി കാരണം. he could hear nothing, he could not hear anything. ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ അങ്ങനത്തെ ഒരു മൂമെന്റ്, മരിക്കുന്നു വിചാരിക്കുന്ന ആ മൂമെന്റിലെത്തി. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൂമെന്റ്, അത് പെട്ടെന്ന് അങ്ങ് നിന്നു. എന്താ സംഭവിച്ചത്, ദ നെക്സ്റ്റ് മൂമെന്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. തന്നെ അങ്ങ് അങ്ങനെ വിങ്സ് അങ്ങ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നി. ഓക്കെ, ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു സാധനം അലക്സാർ പറയില്ലേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയാൽ എന്താ സംഭവിക്കുക, ആ വിങ്ങിൻ്റെ പ്രഷറൊക്കെ അടിച്ചിട്ട് എയർ പ്രഷറൊക്കെ അടിച്ചിട്ട് അങ്ങ് പറക്കാൻ തുടങ്ങും. എന്താ ബെർണൂലീസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാം അലക്സാർ ആണെങ്കിൽ. ഓക്കെ, ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. ഓക്കെ, അപ്പം നമ്മുടെ വിൻഡൊക്കെ ഇങ്ങനെ എന്താ നമ്മുടെ ചെസ്റ്റിലേക്ക് ആ ബ്രസ്റ്റിലേക്ക് ഇങ്ങനെ അടിച്ചു, കാറ്റൊക്കെ അങ്ങ് അടിച്ചു, അങ്ങനെ വിങ്സും കൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുക ഫുൾ അടിച്ചു. പിന്നെന്താ, ദെൻ അണ്ടർ സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ അടിയിലും ചിറകിൻ്റെ അടിയിലൊക്കെ എന്താ വിൻഡ് അടിച്ചു. കാരണം എന്താ, ഇവൻ താഴേക്ക് പോവാ. നമുക്ക് ഫിസിക്സ് പഠിക്കുന്നുണ്ട് അറിയാം, വിൻഡ് ഇങ്ങോട്ട് അടിക്കുന്നതല്ല, ഇവൻ താഴേക്ക് പോകുമ്പോൾ എന്താ ഇവന് റിലേറ്റീവായിട്ട് തോന്നും കാറ്റൊക്കെ അടിക്കുന്ന പോലെ. ഓക്കെ, ഹി കുഡ് ഫീൽ ദ ടിപ്പ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദി എയർ. നമ്മൾ സ്ട്രീം ലൈനായിട്ട് ഇങ്ങനെ ചിറകിങ്ങനെ അങ്ങനെ കാറ്റിക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവന് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് പറക്കുന്നത്, അപ്പോൾ ഇതൊന്നും അറിയില്ല. ഓക്കെ, പിന്നെന്താ, ഹി വാസ് സോറിങ് ഗ്രാജുവലി. സോറിങ് എന്താ, റൈസിങ് ഹൈ ഇൻ ദി എയർ. അപ്പോൾ ഇങ്ങനെ മെല്ലെ പൊങ്ങി പോകുന്നത് തോന്നും. ആദ്യം ഇങ്ങനെ പറന്നിങ്ങനെ വീണുകൊണ്ടിരിക്കും, ഇങ്ങനെ പരന്ന്. അപ്പോൾ ചിറകൊക്കെ ഇങ്ങനെ വിടർന്നുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മെല്ലെ ഇങ്ങനെ നൈസായിട്ട് പൊങ്ങി 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 പോയി വന്നു. കാരണം എന്താ, ബെർണൂലീസ് പ്രിൻസിപ്പിളും എയറോഡൈനാമിക്സും അതിനെ പറ്റിയിട്ടൊക്കെ എന്താ അലക്സാർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ എന്താ ഇനി എന്താ ഇതൊക്കെ കഴിഞ്ഞു. ഹി വാസ് നോ ലോങ്ങർ അഫ്രേഡ്. ഓക്കെ, അല്ല, ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകുമായിരുന്നു, ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് ഇങ്ങനെ മേലേക്ക് പോകുമായിരുന്നു. പിന്നെന്താ, ഹി വാസ് നോ ലോങ്ങർ അഫ്രേഡ്. പേടിയൊക്കെ പോയി, സിമ്പിൾ, പേടിയൊക്കെ പോയി. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ചെറിയൊരു തലവേദന, ചെറിയൊരു തലചുറ്റലൊക്കെ പോലെ തോന്നി. ഓക്കെ, ദാ ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് അഗെയിൻ ആൻഡ് സോർഡ് അപ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ എന്താ അങ്ങനെ സ്വിങ് ചെയ്ത് നിൽക്കുക, ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് മേലേക്ക് കൂടെ പോകണം. അപ്പോൾ ഞാൻ ഒരു സെൻറ്റൻസ് മിസ് ചെയ്തു. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. ഓക്കെ, അങ്ങനെ പറഞ്ഞെന്താ, ആദ്യം വീഴുമ്പോൾ എന്താ തലയ്ക്ക് കുനിച്ചോ ഭക്ഷണത്തിന് വേണ്ടി വീഴുന്നു. അപ്പോൾ എന്താ തല ഫസ്റ്റ്, തല ഇങ്ങനെ താഴെയായിട്ട് ഇങ്ങനെ വീഴുന്നു, ഹെഡ് ഫസ്റ്റ്, തല താഴെയായിരുന്നു ആദ്യം. ഓക്കെ, തല നിലത്ത് ഇങ്ങനെ ഫസ്റ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊസിഷനിലായിരുന്നു. പിന്നെ ചിറകൊക്കെ ഇങ്ങനെ വിടർത്തിയപ്പോൾ എന്താ സംഭവിച്ചാൽ പറക്കാൻ തുടങ്ങി, തലയൊക്കെ മേലേക്കായി. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്, മേലേക്ക് പോയി തുടങ്ങി. Question: Why was the young bird terrified? How did it overcome its fear? The young seagull dived at the fish that was in his mother's beak. When he dived, he felt outwards and downwards. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, വൈ വാസ് എ യങ് ബേർഡ് ടെറിഫൈഡ്, എന്താണ് പറ്റിയത്, എന്തിനാണ് പേടിച്ചത് പെട്ടെന്ന്. അപ്പോൾ എന്താ, അമ്മേൻ്റെ മുഖത്ത് എന്താ ബീക്കിൽ എന്താ ഭക്ഷണം ഉണ്ടായിരുന്നു, ഞാൻ ചാടിയപ്പം പെട്ടെന്ന് വീണുപോയി നിലത്തേക്ക്, ഞാൻ പഠിച്ചില്ല പറക്കാൻ വേണ്ടി, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, ഞാൻ പേടിച്ച് ഭയന്നുപോയി. ഓക്കെ, അപ്പോഴാണ് എനിക്ക് പേടിയത്. ഫെൽ ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് ഇൻ ടു ദ സ്പേസ്. The wind was brushing against his breast and he was terrified. പെട്ടെന്ന് കാറ്റ് കടിച്ച് ഹാർട്ടൊക്കെ നിന്നു, പേടിച്ചിരിക്കുകയാണ്. His wings opened suddenly and began to cut the air through. He was not falling anymore. Thus he overcame his fear. ഒന്നുമില്ല, ചാടി വീണ് തന്നെ അങ്ങ് പറക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ആ ഫിയറൊക്കെ പോയി. പിന്നെ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ പേടി ഉണ്ടാവും ചാടുന്നതിന്, ഇല്ല പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഹൗ ഡിഡ് ഇറ്റ് ഓവർകം ഇറ്റ്സ് ഫിയർ. അപ്പോൾ എന്താ നമ്മുടെ സ്ത്രീകൾ എങ്ങനെ ആ ചാടി ആ സെക്കൻഡിൽ പഠിച്ചു എങ്ങനെയോ പറക്കണ്ടേ, ഇങ്ങനെ ചിറകൊക്കെ ഇങ്ങ് സ്പ്രെഡ് ചെയ്ത് പഠിച്ചു പറക്കാൻ വേണ്ടിയിട്ട്. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം അഗെയിൻ. ഓ, ഭയങ്കര സന്തോഷമായ ആൾക്ക് പറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഒന്നും കൂടി അങ്ങ് ഫ്ലാപ്പ് ചെയ്യും അങ്ങ് വിങ്സ് എന്നൊക്കെ വിചാരിച്ചു. ഹി സോഡ് ഹയർ, മേലേക്ക് പോയി, മേലേക്ക് കയറി പോയി. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഓക്കെ, ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ ഇങ്ങനെ തിരിക്കുക അല്ലെങ്കിൽ ടേണൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ബ്രസ്റ്റൊക്കെ ഇങ്ങനെ വിടർത്തി നല്ല പ്രൗഡായിട്ട് ഇങ്ങനെ പറക്കാൻ. ആദ്യമൊക്കെ എന്താ പേടിച്ചിങ്ങനെ ഇരിക്കാൻ തലയൊക്കെ കൊഞ്ചി, ഇപ്പോൾ നല്ല ഫുൾ എനർജി ആയിട്ട് ഇങ്ങനെ പറക്കാൻ വേണ്ടി റെഡിയാണ്. ഓക്കെ, ഗാ 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 ഹാ 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 ഹാ, വലിയ സന്തോഷത്തോടെ എന്താ ഗൗളൂല എന്തൊക്കെയോ പറയുന്നു, അമ്മ എന്തൊക്കെയോ പറയുന്നു, മോനിങ്ങനെ എന്തൊക്കെയോ പറയുന്നു വലിയ സന്തോഷത്തോടെ. ഇങ്ങനെ എന്താ ചാടി കഴിഞ്ഞാൽ എന്താ വലിയ സന്തോഷം, ഹ ഹ ഹ ഹ ഹ എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ ഹാപ്പിയായി ഗൗളൂല എന്നൊക്കെ പറഞ്ഞു. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം. അമ്മ അപ്പം പറന്ന് നൈസായിട്ട് വരുന്നു, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നു. ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. ഇങ്ങനെ പറന്നിങ്ങനെ അടുത്തുകൂടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ജെറ്റൊക്കെ പോകുന്നതിനെ പോയി. ഓക്കെ, ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. ഓക്കെ, ഒരു തിരിച്ചൊരു ഒച്ചയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു. Then his father flew over screaming. അച്ഛൻ ഇങ്ങനെ അലറിക്കൊണ്ട് വരുന്നു, എല്ലാം ഫുൾ സീനൊക്കെ ഹാപ്പി ആയി. Then he saw his two brothers and his sister flying around him, soaring and diving. എല്ലാവർക്കും വലിയ സന്തോഷം, ഫാമിലി മൊത്തം വന്നു പറന്നു വരുന്നു. നമ്മുടെ എന്താ ഒരുമാതിരി ദുൽഖർ സൽമാൻ്റെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ പോലെ ഫാമിലിയൊക്കെ വന്ന് കല്യാണത്തിൻ്റെ സമയത്ത് ഭയങ്കര എനർജി, എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നു, വലിയ സന്തോഷം. ഓക്കെ, പിന്നെന്താ then he completely forgot that he had not always been able to fly. പെട്ടെന്ന് ആൾ മറന്നുപോയി, എനിക്ക് പറക്കാനൊന്നും അറിയില്ല, ഇതെന്താ ഭയങ്കര നാച്ചുറലായി വന്നു, ഫുൾ എനർജി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ പെട്ടെന്ന് മറന്നു. ആൻഡ് കമൻസ് ടു ഡൈവ് ആൻഡ് സോർ ഷ്രീക്കിംഗ് ഷ്രില്ലി. ഓക്കെ, അപ്പോൾ സ്വൂപ്ഡ് ഒക്കെ ഉണ്ട് മീനിങ്, ഷ്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ഹൈ പിച്ച്ഡ് വോയിസ്, ഷ്രില്ലി നമ്മൾ കണ്ടു,
ഹൈ പിച്ച് നോയ്സ്. ഓക്കെ, ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി ഡൈവും ഹൈറ്റിൽ പോകുന്നു എല്ലാം ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായി. ഓക്കെ, പെട്ടെന്ന് പറക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ആൾ മറന്നു എനിക്ക് പറക്കാൻ അറിയില്ലായിരുന്നു എന്നൊക്കെ. ഓക്കെ, ഫുൾ ഹാപ്പി ആയി. ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫാമിലി സപ്പോർട്ട് ദ സീഗൾ? നമ്മൾ കണ്ടു ഒരു വലിയ പ്രോസസ്സാണ്. ഫാമിലി സപ്പോർട്ടിങ് ഒരു വലിയ ടോപ്പിക്കാണ് കേട്ടോ അതിൽ. The mother flew past him. The father flew over him. His two brothers and sister flew around him. എല്ലാവരും വന്നു. അമ്മ ഇങ്ങനെ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം, ഫുൾ എനർജി ആയിട്ട് സ്ക്രീമിങ്. അച്ഛൻ സ്ക്രീമിങ് ആയിട്ട് തിരിച്ചു വന്നു. ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ചുറ്റും ഇങ്ങനെ പാടി പറന്നൊക്കെ വലിയ സന്തോഷത്തോടെ വരുന്നു. ഓൾ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി വർ വെരി സപ്പോർട്ടഡ് ഹിം ഇൻ ദെയർ ഓൺ വേ. അവരവരുടെ രീതിയിൽ എന്താ അവനെ വളരെയായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. ഓക്കെ, he was near the sea now, flying straight over it. അപ്പം സീൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക നൈസായിട്ട്. ഓക്കെ, ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ. ഇങ്ങനെ ഓഷ്യൻ മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിരുന്നു. ഹി സോ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. ഓക്കെ, ഗ്രീൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ഒക്കെയാണ്. ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഗ്രീൻ പോലെ തോന്നും. ഓക്കെ, വാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഹ്യൂജ്, വലിയ സീ ബിനീത്ത് ഹിം വിത്ത് ലിറ്റിൽ റിജസ് മൂവിങ് ഓവർ ഇറ്റ്. അപ്പോൾ ലിറ്റിൽ റിഡ്ജസ് എന്ന് പറയുമ്പോൾ എന്താ നാരോ ഹിൽ ടോപ്പ്, അല്ലെങ്കിൽ എന്താ ഈ മൗണ്ടൻ റേഞ്ച് ഒക്കെ കാണില്ല നമുക്കിങ്ങനെ അവിടെ എവിടെയും ക്ലിഫ് ഇതൊക്കെ ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. മൂവിങ് ഓവർ ഇറ്റ് അല്ല, ഇവൻ പോകുമ്പോൾ എന്താ അതിങ്ങനെ പോകുന്ന പോലെ അവന് തോന്നി, നമ്മുടെ സീഗളിന് തോന്നി. ഓക്കെ, ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രോഡ് അമ്യൂസിഡ്ലി. ഓക്കെ, അപ്പോൾ എന്താ ബീക്ക് ഇങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നല്ല ആംഗിളിൽ ഇങ്ങനെ തിരിച്ചിട്ട് വലിയ ക്രോഡ് അമ്യൂസിഡ്ലി. ക്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പ്രസ് ഗ്രേറ്റ് ട്രയംഫ്, പ്രൈഡ്, വലിയ സന്തോഷം, വലിയ വിക്ടറി പോലെ എന്താ സന്തോഷത്തോടെ നമ്മളെന്താ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ഹിസ് പേരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. നിലത്തൊരു ഗ്രീൻ ഫ്ലോർ ഒക്കെ ഉണ്ടോ, പുല്ലുണ്ടോ? ഇല്ല, ആ ഓഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രദേഴ്സും സിസ്റ്ററും പേരൻസും എന്താ ആ ഗ്രീൻ ഫ്ലോർ, ആ ഗ്രീൻ സീയിൽ ലാൻഡ് ചെയ്തു നമ്മുടെ സീൻ്റെ മേലെ. ഓക്കെ, നമുക്ക് നോക്കാൻ എന്താ സംഭവിച്ചത്? ദേ വർ ബെക്കനിങ് എന്ന് പറയുമ്പോൾ എന്താ കോളിങ് ടു ഹിം. ഓക്കെ, കോളിങ് ശ്രീലി, ഹൈ പിച്ച് ചെയ്ത് വാ മോനെ വാ വാ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എന്താ ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. ആളെന്താ നമ്മുടെ ഈ സീൻ്റെ മേലെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നിലത്ത് ലാൻഡിങ് ഒക്കെ പോലെ നിന്നു. ഓക്കെ, ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ്. കഴിഞ്ഞില്ല, പിന്നെയും പേടിയായി. ഓക്കെ, നമുക്കെന്താ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മുടെ സസ്പെൻസ് തീർക്കാൻ പറ്റും. Why couldn't the young seagull stand on the green sea? The young seagull couldn't stand on the green sea because his legs would go down. But then when his belly touched the water, it would not sink. നമ്മുടെ സസ്പെൻസ് പൊളിച്ചു ഈ ക്വസ്റ്റ്യൻ. എന്താ സംഭവിച്ചത്? കാലിങ്ങനെ വെക്കുമ്പോൾ എന്താ കാല് മുങ്ങിപ്പോകുന്നു. ആൾ പേടിച്ചു കാലിങ്ങനെ മുങ്ങിപ്പോയി. അയ്യോ നിങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നത്, ഞാൻ കാല് മുങ്ങിപ്പോവാണ്. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബെല്ലി, ഇയാൾ വലിയ നമ്മുടെ ചെസ്റ്റും ബ്രസ്റ്റും നമ്മുടെ ബെല്ലിയൊക്കെ ഇങ്ങനെ വെള്ളത്തിന് മേലെ ആയപ്പോഴാണ് ഒന്നും മുങ്ങാതിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഹിസ് ലെഗ് സാങ് ഇൻ ടു ഇറ്റ്. ഓക്കെ, ലെഗ്സ് അങ്ങ് മുങ്ങിപ്പോയി. പക്ഷേ ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ്. ഒക്കെ പെട്ടെന്ന് എന്താ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. പെട്ടെന്ന് അയ്യോ ഞാൻ മുങ്ങാണെന്നാ, എനിക്ക് ഞാൻ പറന്നു പോകാൻ അതാണ് ഭേദം എന്ന് വിചാരിച്ചു. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. ആൾക്ക് എനർജി ഇല്ലായിരുന്നു പറക്കാൻ. ഇനി പൊങ്ങാനുള്ള എനർജി ഒന്നുമില്ല, മടുത്തു വിശപ്പ് കാരണം. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, എക്സോസ്റ്റഡ് ബൈ ദി സ്ട്രേഞ്ച് എക്സസൈസ്. അപ്പോൾ എന്താ പറയുക, ഇയാൾ പേടിച്ച് മുങ്ങിങ്ങനെ കുഞ്ഞുകൊണ്ട് പറക്കാൻ നോക്കുക, പക്ഷെ പറ്റുന്നില്ല. കാരണം എന്താ, മടുത്തു, വിശപ്പുണ്ട്, ടയേർഡാണ്. പിന്നെ ഒരു സ്ട്രേഞ്ച് എക്സസൈസ്. എന്താണ് ഈ എക്സസൈസ്? ഇയാൾ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ സീകൾ പറക്കുന്നത്. അപ്പം ഇതൊരു സ്ട്രേഞ്ച് എക്സസൈസ് പോലെ തോന്നും. അപ്പം നമ്മൾ നടക്കുമ്പോൾ ആദ്യമൊക്കെ എന്താ എക്സസൈസ് പോലെ തോന്നും, പക്ഷേ ശീലമാകുമ്പോൾ എന്താ നമുക്ക് സ്ഥിരമായിട്ട് എന്താ സിമ്പിൾ ടാസ്ക്കാണ്. അപ്പോൾ അതുപോലെ ഈ സ്ട്രേഞ്ച് എക്സസൈസ് ആണ്. ആൾ മടുത്തിരിക്കുക. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ, മുങ്ങിപ്പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് സാങ്ക് നോ ഫർദർ. നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, നമ്മുടെ അലക്സ് പറയുന്ന ബോയൻറ്റ് ഫോഴ്സ്, അതൊക്കെ പഠിക്കണ്ടേ? എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ കാലിന് നല്ല ഡെൻസിറ്റി അത് മുങ്ങിപ്പോവും. പക്ഷേ നമ്മുടെ വയറൊക്കെ എന്താ, വയറും നമ്മുടെ ഫെദേഴ്സുള്ള ചെസ്റ്റൊക്കെ എന്താ, ഹോളോ ചെസ്റ്റൊക്കെ ആകുമ്പോൾ എന്താ നമ്മുടെ ബോയൻസി കുറയോ എന്തൊക്കെയോ സംഭവിക്കും. ബേസിക്കലി ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ കാരണം എന്താ സംഭവിക്കുന്നത്, നമ്മൾ മുങ്ങുമല്ല, നമ്മളെ റബ്ബർ ബോട്ടോ അല്ലെങ്കിൽ റബ്ബർ എന്തെങ്കിലും ഫ്ലോട്ട് ചെയ്യുന്ന സാധനം മുങ്ങോ ഇല്ല. കാരണം എന്താ, അതിങ്ങനെ ബെല്ലിയൊക്കെ പോലെ നമുക്ക് എന്താ നല്ല വലിയ ഡെൻസിറ്റി ഒന്നും ഇല്ല, അങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നോളൂ. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് നിന്നത്. നമ്മുടെ കാലൊക്കെ മുങ്ങിപ്പോയി, പക്ഷെ എന്താ വയറെത്തിയപ്പം ആൾ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി, സമാധാനമായി. ഓക്കെ, പിന്നെന്താ ഇവിടെ റിഡ്ജസിൻ്റെ മീനിങ് ഉണ്ട്. ലോങ് നാരോ ഹിൽ ടോപ്പ് വിത്ത് മൗണ്ടൻ റേഞ്ച്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പ്രസ് ഗ്രേറ്റ് പ്രൈഡ് ഓർ ട്രയംഫ്. ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറീൻ്റെ എന്താ ആ പ്രൈഡോ സന്തോഷമൊക്കെ. ഓക്കെ, പിന്നെ ബെക്കണിങ്, കോളിങ് ഹിം. ഓക്കെ, പിന്നെ എന്താ ഡു യു തിങ്ക് ദാറ്റ് ദ പേരൻസ് ലവ്ഡ് ഹിം?
ഒബ്വിയസ്ലി നമ്മൾ കണ്ട് ഈ ചാപ്റ്റർ മൊത്തം അതായിരുന്നു. ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം. They wanted to teach him how to be courageous and self-confident, self-reliant എന്താ അവൻ പഠിപ്പിച്ചു. They wanted him to fly. The mother came with a piece of fish to tempt him to flight. Okay, പറക്കാൻ വേണ്ടിയിട്ട് എന്താ ടെംപ്റ്റ് ചെയ്തു, ഈ എന്താ കൊതിപ്പിച്ചു. Okay, when he flew at last, the whole family expressed their joy by flying with him. എല്ലാവർക്കും വലിയ സന്തോഷം അവരെ എക്സ്പ്രസ് ചെയ്ത സന്തോഷമൊക്കെ. ഓക്കെ, ഇനി അവസാനത്തെ പാരഗ്രാഫ് നോക്കാം. He was floating on it. നമ്മുടെ സീനിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, റബ്ബർ ഡക്കൊക്കെ പോലെ, നല്ല സന്തോഷത്തോടെ. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം, ആൻഡ് ദർ ബീക്സ് വെർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ അർച്ചന മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, എന്തോ ഒരു പ്രത്യേക ടൈപ്പ് ഫിഷിൻ്റെ എക്സെപ്ഷനൊക്കെ ഉള്ള ഫിഷാണ്. അപ്പോൾ എല്ലാവരും സൈഡിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക, നമ്മുടെ സീകൾ പറഞ്ഞേ യെസ്, വലിയ സന്തോഷത്തോടെ എന്താ ചെറിയ ഭക്ഷണം ഡോഗ് ഫിഷിന് ചെറിയ സ്ക്രാപ്പൊക്കെ കൊടുക്കുമായിരുന്നു. ഹീ ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ചാപ്റ്റർ കഴിഞ്ഞു, സിമ്പിൾ കഥ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മുടെ സീകളിലെടുത്തു. അതായിരുന്നു കഥ. അതെങ്ങനെ സംഭവിച്ചത്? ആദ്യം വിശന്നിരുന്ന് പേടിച്ചിരുന്ന ആൾ 2 ദിവസം വിശന്ന് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് കൊതിപ്പിച്ചു, എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്തു, പേടിപ്പിച്ചു, ത്രട്ടൻ ചെയ്തു. പിന്നെ അമ്മ വന്നിട്ട് കൊതിപ്പിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒറ്റ ചാട്ടം ചാടി, അപ്പോൾ വീണുപോയി. അപ്പോൾ തന്നെ അങ്ങ് പറന്നുപോയി. അങ്ങനെ പഠിച്ചു. എന്നിട്ട് എന്താ വെള്ളത്തിലൊക്കെ ലാൻഡ് ചെയ്ത് ഫുൾ സക്സസ്ഫുള്ളായി. അതാണ് നമ്മുടെ ഈ സ്റ്റോറി. നമ്മുടെ ഈ നോർമൽ പ്രോബ്ലം, ഡേ ടു ഡേ പ്രോബ്ലംസ്, കോമൺസ്, നമ്മളിന്ന് വലിയ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ വേൾഡ് ക്രൈസിസിനെ പറ്റിയൊന്നും അല്ല ഇത്. കോമൺ പീപ്പിൾ പ്രോബ്ലം, അല്ലെന്താ സാധാരണ ഒരു സ്പീഷീസിൻ്റെ ഒരു പ്രോബ്ലം, എല്ലാം പക്ഷിക്കാൻ പറ്റുന്ന ഒരു കോമൺ പ്രോബ്ലം, അതിനെപ്പറ്റി എഴുതി നമ്മുടെ ലിയം ഓഫ് ഫ്ലേർട്ടി. അതെങ്ങനെ ഓവർകം ചെയ്തൊന്നും അതിൻ്റെ ആ കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ള കഥയാണത് മൊത്തം. ഓക്കെ, അപ്പോൾ എന്താ നല്ല രസമായിട്ട് നമ്മൾ പഠിച്ചു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി റൈറ്റിംഗ് സെക്ഷൻ്റെ ഒക്കെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചു ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, മീനിങ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് കാണിക്കാം. ഓക്കെ, താങ്ക് യു.